മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരുന്നത് രാവിലെ 11 മണി. 9:30 ആയപ്പോൾ തന്നെ PV അൻവറിലെ ആണത്വവും പൗരുഷവും ഒക്കെ സടകുടഞ്ഞ് എണീറ്റു. എന്നിട്ട് PV അൻവർ ഒരു പൊട്ടിത്തെറിച്ചു. അത് മറ്റാർക്കുമെതിരെയല്ല, ADGP MR അജിത് കുമാറിനെതിരെയുള്ള ഞെട്ടിക്കുന്ന സത്യം എന്ന് പറഞ്ഞ് എല്ലാ മാധ്യമങ്ങളും കൊട്ടിഘോഷിച്ചു. മറ്റൊന്നുമല്ല, ADGP 2016 കവടിയാറിൽ MR അജിത് കുമാർ ഒരു ഫ്ലാറ്റ് വാങ്ങിയതിൻ്റെ കഥ ഞാൻ പറഞ്ഞു. ഫ്ലാറ്റിൻ്റെ വില അന്ന് 34 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ വെറും 10 ദിവസം കൊണ്ട് ഈ ഫ്ലാറ്റ് ഇദ്ദേഹം മറിച്ചു വിൽക്കുകയാണ്, അതും 65 ലക്ഷത്തിന്. എത്ര രൂപയുടെ വർധനവ്! 10 ദിവസം കൊണ്ട് ഈ സ്ഥലത്തിന് വില കയറുകയുമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് PV അൻവർ കൃത്യമായി പറയുകയാണ്, സോളാർ കേസിൽ പ്രതികളെ രക്ഷിക്കാൻ MR അജിത് കുമാർ ഇടപെട്ടു. സോളാർ കേസിൽ ഈ പ്രതികളിൽ നിന്ന് വളരെ വലിയ തുക ഇയാൾക്ക് കൈക്കൂലിയായി കിട്ടി. ഈ കൈക്കൂലി പണം വെളുപ്പിക്കാൻ ആണ് ഈ ഫ്ലാറ്റ് ഇടപാട് നടത്തിയത്. ഫ്ലാറ്റ് വാങ്ങി മറച്ചു വിറ്റു. കണക്കുകൾ കാണിക്കുമ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടും. പക്ഷേ ഈ ഫ്ലാറ്റ് ഇത്രയും അനധികൃത സമ്പാദ്യം എങ്ങനെ വന്നു ഈ ADGPയുടെ കയ്യിൽ? സോളാർ കേസിൽ പ്രതികളെ രക്ഷിച്ചുവെന്ന ആരോപണം MR അജിത് കുമാർ നേരിടുന്നുണ്ട്. അപ്പോൾ സോളാർ കേസിൽ ഇദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നാണ് PV അൻവറിൻ്റെ ഇന്നത്തെ വെടിപൊട്ടിക്കൽ. ഇതേതായാലും അന്വേഷണത്തിൻ്റെ ഭാഗമായി വിജിലൻസും അതുപോലെ തന്നെ DGP തലത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അവർ അന്വേഷിക്കും. വിജിലൻസിൻ്റെ അന്വേഷണത്തിനകത്ത് MR അജിത് കുമാറിന് ഒരു കുരുക്ക് വരാൻ സാധ്യതയുണ്ട്. അത് മറ്റൊന്നുമല്ല, പോലീസ് തലപ്പത്തുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ചില മൊഴികളും ചില തെളിവുകളും MR അജിത് കുമാറിനെ കുടുക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് DGP തന്നെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകിയത്. അതുകൊണ്ട് തന്നെ വസ്തുതാ റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തുമ്പോൾ അതിൽ പിഴവുണ്ടെങ്കിൽ നമ്മുടെ പഴയ TO സൂരജിൻ്റെ അവസ്ഥയൊക്കെ MR അജിത് കുമാറിന് ഒരു പക്ഷേ വന്നു ചേർന്നേക്കാം. ഇദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ മറിച്ചാകും സംഭവിക്കുക. ഇദ്ദേഹത്തിന് ഒരു കുഴപ്പവും, തൊപ്പിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഇനി മറ്റൊന്ന്, പോലീസ് ആസ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചോർന്ന് PV അൻവറിന് ലഭിക്കുന്നത്. ഒരുപക്ഷെ പോലീസ് തലപ്പത്തുള്ള വടംവലികൾ, ഞാനാണ് കേമൻ എന്ന വടംവലികളാണോ ഇത്തരം ആരോപണങ്ങൾക്ക് PV അൻവറിനെ ശക്തിപ്പെടുത്തുന്നതെന്നും ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ കൃത്യമായി പോലീസ് അന്വേഷിക്കും. ഇന്ന് മുഖ്യമന്ത്രി അത് പറയുകയും ചെയ്തു. ഇദ്ദേഹത്തിന് മറുപടി പറഞ്ഞു, PV അൻവറിനെ കുറിച്ചും അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് MR അജിത് കുമാർ ആയാലും PV അൻവർ ആയാലും, ആരോപണം ഉന്നയിക്കുന്ന PV അൻവർ ആയാലും ആരോപണ വിധേയനായ MR അജിത് കുമാർ ആയാലും അന്വേഷണ റിപ്പോർട്ട് പ്രധാനമാകും. MR അജിത് കുമാറിൻ്റെ ഈ ഫ്ലാറ്റ് ഇടപാട് എങ്ങനെ ഇത്രയും കാശ് ഇയാളുടെ കയ്യിൽ വന്നു? കള്ളപ്പണം വെളുപ്പിച്ചതാണോ? സോളാർ കേസിലെ പ്രതികളിൽ നിന്ന് ഇയാൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വിജിലൻസ് അന്വേഷണവും അതുപോലെ തന്നെ പോലീസ് അന്വേഷണവും കഴിയാതെ ഒരു കൃത്യമായ മറുപടി പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ന് രേഖകൾ സഹിതമാണ് PV അൻവർ MR അജിത് കുമാറിനെതിരെ ആഞ്ഞടിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.